നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് സെയിലിൻ്റെ കാര്യം എന്തായി എന്നുള്ളത് ആരാധകർ ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്. ആ ഹാൻഡ് ഓവർ നടന്നു കഴിഞ്ഞോ? എന്തുകൊണ്ടാണ് അത് ഒഫീഷ്യൽ പ്രഖ്യാപനം വരാത്തത്? എന്താണ് പുതിയ സൈനിങ്ങുകൾ വരാത്തത്? ആശങ്കയുണ്ട്. കാരണം ട്രാൻസ്ഫർ ജാലകം ഇങ്ങനെ ഓരോ നാളുകൾ കഴിഞ്ഞു പോകുമ്പോൾ മറ്റു ടീമുകളൊക്കെ താരങ്ങളെ കൊണ്ടുവരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എന്താണ്? ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാർക്കസ് മർക്കുലാവോയോട് ഇന്നലെ ഇതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ടായി. എന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി വെയിറ്റിംഗ് ഫോർ എ കൺഫേംഡ് അപ്ഡേറ്റ് ഓൺ KBFC. ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കൺഫേംഡ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളൊരു വിവരം നമ്മൾ പരിശോധിക്കുകയാണ്. ധനഞ്ജയ് കെ ഷണോയ് നൽകുന്ന വിവരങ്ങൾ നമ്മൾ നോക്കുന്നു. അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടേക്ക് ഓവറുമായി ബന്ധപ്പെട്ടിട്ട് എഗ്രിമെൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എഗ്രിമെൻറ്റ് ഓൺ പേപ്പർ ഫോർ ടേക്ക് ഓവർ. അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 6 മന്തിലേക്കുള്ള ഇൻ്ററിങ് അറേഞ്ച്മെൻറ്റുകൾ താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുമുണ്ട്. ഡ്യൂ ഡിലിജൻസ് നടത്തിയിട്ടുണ്ട്. ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് കച്ചവടമൊക്കെ നടക്കുമ്പോൾ അതിന് മുൻകൂറായിട്ട് നടത്തുന്ന വിശദമായ പരിശോധനയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റർ കോംപ്ലിക്കേറ്റഡ് ആസ് ഇറ്റ് ഈസ് സബ് ജുഡീസ് സുപ്രീം കോർട്ട് നോട്ട് നീഡഡ്. അതായത് ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു അനുമതി ആവശ്യമാണെന്നുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പോൾ ഇനി പ്രധാനമായിട്ടും വേണ്ടതാണ് വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ സംഭവം സങ്കീർണമാണ്. സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തുക ഫുൾ പെൻഡിങ് ആണ്. ഫുൾ പേയ്മെൻറ്റ് ഓഫ് ഡീൽ പെൻഡിങ് എന്നതാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം പാർട്ടിസിപ്പേഷൻ ഫീ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി എന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വന്നിട്ടുള്ളത് ക്ലബ് എക്സ്പെക്റ്റഡ് പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ ദിസ് വീക്കെൻഡ് എന്നുള്ളതാണ്. ഏതായാലും അത് സംഭവിക്കുന്നു കരുതാം. ഈ വീക്കെൻഡോടുകൂടി ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതാണ് എത്ര നാൾ കാത്തിരിക്കണം എന്നുള്ളതിന് ഉത്തരം. ഇപ്പോൾ CBFCയുടെ ടേക്ക് ഓവർ, അവർ JFCയെ ടേക്ക് ഓവർ ചെയ്തല്ലോ, ചർച്ചിൽ ബ്രദേഴ്സ്. അത് ഒരു തരത്തിലും ബ്ലാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് ബാധിച്ചു എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം 100 രൂപയുടെ ടേക്ക് ഓവറാണല്ലോ അവിടെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 80 crore rupees, അത് 80 കോടി റുപ്പീസിൻ്റെ ഒരു വാല്യുവേഷനാണ്. അത് ഓൾറെഡി ലോവേഡ് എന്ന് പറയുന്നുണ്ട്. അണ്ടർ കൺസിഡറേഷൻ നൗ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഓൾറെഡി ലോവേഡ് ₹80 crore വാല്യുവേഷൻ ഈസ് അണ്ടർ കൺസിഡറേഷൻ. ഏതായാലും ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഈ വീക്കെൻഡോടുകൂടി കാര്യങ്ങളിലൊരു പോസിറ്റീവായിട്ടുള്ള നീക്കം ഉണ്ടാവും എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.